നമസ്കാരം കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വർക്ക് പവർ എനർജി എന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ നമ്മൾ വർക്കിനെ കുറിച്ചും പവറിനെ കുറിച്ചും എനർജിയെക്കുറിച്ചും അത് കാണാനുള്ള ഫോർമുല, അതുപോലെ അതിൻ്റെ യൂണിറ്റുകൾ ഇതൊക്കെ പഠിച്ചു. അതിൻ്റെ യൂസ് ഓഫ് എനർജി ഓഫ് എ ബോഡി ഈസ് കപ്പാസിറ്റി ടു ഡൂയിങ് വർക്ക്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. യൂസ് ഓഫ് എനർജി പലതരത്തിൽ നമ്മൾ എനർജി ഉപയോഗിക്കുന്നു. അതായത് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് വാഹനങ്ങൾ മൂവുന്നു, മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് നമ്മൾ ധാരാളം മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. ഇനി എനർജിയുടെ ഒരു ഫോമായ മെക്കാനിക്കൽ എനർജിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മെക്കാനിക്കൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് second one kinetic energy. Potential energy and kinetic energy. Mechanical energy may further be classified into potential energy and kinetic energy. Mechanical energy, potential energy, kinetic energy എന്നീ രണ്ട് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് എനർജി എ ബോഡി പൊസസ്ഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള സൂത്രവാക്യം mgh ജൂൾസ്. മാസ് ആക്സിലേഷൻ, എം മാസ്, ജി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ് ഈസ് എ കോമൺ നമ്പർ 9.8 മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂമിഗുരുത്വാകർഷണം കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ ഭൂമിയിലെല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എച്ച് ഹൈറ്റ് ഓഫ് ദി ബോഡി ഫ്രം ദി എർത്ത്, ഭൂമിയിൽ നിന്നും ആ വസ്തുവിലേക്കുള്ള ഉയരം എച്ച് ആണ്. എങ്ങനെയാണ് സ്ഥാനം കൊണ്ട് നമുക്ക് വസ്തുവിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് പറയുന്നത്? എനർജി ഉണ്ടെങ്കിൽ ആ വസ്തുവിന് പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. ഒരു വസ്തുവിൻ്റെ എനർജിയുള്ള ഒരു വസ്തുവിന് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഉയരത്തിലിരിക്കുന്ന ഒരു വസ്തുവിന് അത് താഴേക്ക് വീണാൽ അതിന് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ വസ്തുവിന് സ്ഥാനം കൊണ്ട് എനർജി ഉണ്ട്, അല്ലെങ്കിൽ പൊസിഷൻ കൊണ്ട് അതിന് എനർജി കിട്ടുന്നു എന്ന് പറയാം. അത് താഴെ ഇരുന്നാൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഇല്ല, ആ സ്ഥാനം കൊണ്ട് ഉള്ള എനർജി ഇല്ല. അപ്പോഴവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ ഉയരത്തിലിരിക്കുമ്പോൾ ആ ഉയരത്തിന് ആനുപാതികമായി അതിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നു. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് എനർജി എ ബോഡി possesses because of its position. mgh ജൂൾസ് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള സൂത്രവാക്യം. ഇനി എന്താണ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് എനർജി എ ബോഡി possesses because of its motion. ആ വസ്തുവിൻ്റെ ചലനം കൊണ്ട് വസ്തുവിനുണ്ടാകുന്ന എനർജിയാണ് അത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ചലനം കൊണ്ട് കൈനറ്റിക് എനർജി ഈസ് ദി എനർജി എ ബോഡി പൊസസസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? പൊസിഷൻ കൊണ്ടുണ്ടാകുന്നത്. പൊട്ടൻഷ്യൽ എനർജി പൊസിഷൻ കൊണ്ടുണ്ടാകുന്നത്. കൈനറ്റിക് എനർജി മോഷൻ കൊണ്ടുണ്ടാകുന്നത്. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ട എന്നുള്ള ഒരു മീനിങ്ങിൽ ഓർത്താൽ മതി. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് എ എനർജി എ ബോഡി പൊസസസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മോഷൻ. കൈനറ്റിക് എനർജി സമം ഹാഫ് mv² ജൂൾസ്, അല്ലെങ്കിൽ mv²/2g kg മീറ്റേഴ്സ്. ഈ kg മീറ്റേഴ്സിന് നമ്മൾ kg മീറ്റേഴ്സിൽ പൊട്ടൻഷ്യൽ എനർജി കാണാൻ mh kg മീറ്റേഴ്സ്, മാസ് ഇൻറ്റു ഹൈറ്റ് kg മീറ്റേഴ്സ്. m മാസ്, h മീറ്റർ, ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്. m മാസ് ഇൻ kg, mh kg മീറ്റേഴ്സ്. അതിനെ 9.8 കൊണ്ട് ഗുണിക്കുമ്പോൾ, അല്ലെങ്കിൽ g കൊണ്ട് ഗുണിക്കുമ്പോൾ അത് ജൂൾസിലായി. ഫോഴ്സിനെ മാസിനെ ഫോഴ്സാക്കാൻ 9.8 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. m ഇൻറ്റു g. g ഇല്ല ഇവിടെ, mh മാത്രമേ ഉള്ളൂ. g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അഥവാ 9.8, അതിൻ്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത് ജൂൾസിലായി, അല്ലെങ്കിൽ kg മീറ്ററിലായി. അതുപോലെ തന്നെ ഇവിടെ കൈനറ്റിക് എനർജി ഹാഫ് mv², ഹാഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് m മാസ്, v വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. mv² ജൂൾസ്. ഇനി kg മീറ്ററിലാണെങ്കിൽ m ഇൻറ്റു v², mv²/2g kg മീറ്റേഴ്സ്. g കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ
കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ജൂൾസ് ഓർ എം വി സ്ക്വയർ ബൈ 2g kg മീറ്റേഴ്സ്. ആ രണ്ട് ഫോർമുലയും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. വേർ എം ഈസ് മാസ് ഓഫ് ദി ബോഡി ഇൻ കിലോഗ്രാംസ്, വി വെലോസിറ്റി of the body in kg meter in meter per second, g acceleration due to gravity is equal to 9.8 meter per second square. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ അതിന് ചില എക്സാമ്പിളുകൾ നമ്മൾ പരിശോധിക്കാം. എ ബോഡി പ്ലേസ്ഡ് അറ്റ് ഹൈറ്റ് പ്രോസസ്സസ് പൊട്ടൻഷ്യൽ എനർജി ബിക്കോസ് ഇറ്റ് ക്യാൻ ഡു വർക്ക് വെൻ ലെറ്റ് ഫാൾ. അത് ഒരു ഉയരത്തിലിരിക്കുന്ന വസ്തുവിന് പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. അത് താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അതിന് പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉള്ളതുകൊണ്ടാണ്. അതുപോലെ ഒരു സ്പ്രിങ് കംപ്രസ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ കംപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രവൃത്തി ചെയ്യാൻ, ടൈറ്റാക്കിയിരിക്കുന്ന അയച്ചു കഴിഞ്ഞാൽ അതിന് പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. അതും അതിൻ്റെ പൊസിഷൻ കൊണ്ടാണ് ആ എനർജി അതിന് ഉണ്ടാകുന്നത്. സ്വല്പം സൂം ചെയ്യാം. ഇനി വാട്ടർ ഇൻ ആൻ ഓവർഹെഡ് ടാങ്ക്, ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ടാങ്കിലുള്ള വെള്ളം അതിന് താഴേക്ക് വരുമ്പോൾ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. ശരിക്കും ഡാമിലൊക്കെ വെള്ളം ഉയരത്തിൽ കെട്ടി നിർത്തുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇമ്പല്ലർ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ടർബൈൻ വർക്ക് ചെയ്യിച്ചിട്ട് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഉയരത്തിലുള്ള വെള്ളത്തിന് കംപ്രസ്ഡ് ഗ്യാസ് ഇൻ ആൻ ഓവർഹെഡ് ടാങ്ക്, കംപ്രസ് ചെയ്ത വാതകം, ഉയരത്തിലുള്ള ടാങ്കിലിരിക്കുന്ന വാതകമാണെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ സാധിക്കും. വൗണ്ട് ഓഫ് സ്പ്രിങ് ഓഫ് എ വാച്ച്, ഒരു വാച്ചിൻ്റെ കീ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി കൊണ്ടാണ് അത് ഒരു ദിവസം മുഴുവൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇനി എക്സാമ്പിൾസ് ഓഫ് കൈനറ്റിക് അതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഉദാഹരണങ്ങൾ. എക്സാമ്പിൾസ് ഓഫ് കൈനറ്റിക് എനർജി: എ മൂവിംഗ് ട്രെയിൻ possesses kinetic energy because it can do work in pushing or pulling a body due to its motion. ഓടി വരുന്ന ഒരു ട്രെയിനിന് അതിൻ്റെ ആ ചലനം കൊണ്ട് തന്നെ അതിന് ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ കാറ്റടിക്കുകയാണെങ്കിൽ ആ വായു വെറുതെ നിന്ന് കഴിഞ്ഞാൽ അതിന് എനർജി ഇല്ല. അത് കാറ്റായിട്ട് അല്ലെങ്കിൽ അത് ആഞ്ഞടിക്കുമ്പോഴും ആണ് അത് അതിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ചലിക്കുന്ന വായുവിനും ഓടുന്ന ട്രെയിനിനും ഫ്ലോയിങ് വാട്ടർ, ബ്ലോയിങ് വിൻഡ്, റഷിങ് സ്റ്റീം, റൊട്ടേറ്റിംഗ് വീൽസ്, അതായത് ഫ്ലൈ വീലിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ മോഷൻ കൊണ്ടുണ്ടാകുന്ന ആ കൈനറ്റിക് എനർജി ആ വീലിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് എൻജിൻ കംപ്രഷൻ സ്ട്രോക്കിൽ ഉണ്ടാകുന്ന എനർജി പവർ സ്ട്രോക്കിലുണ്ടാകുന്ന എനർജി സ്റ്റോർ ചെയ്തിട്ട് അതുപയോഗിച്ചാണ് കംപ്രഷൻ സ്ട്രോക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമൊബൈലിലൊക്കെ നിങ്ങൾ കൂടുതൽ എഞ്ചിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ആ ഫ്ലൈ വീലിൻ്റെ കറക്കം കൊണ്ട് അതിൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പം ചലിക്കുന്ന വസ്തുവിനുള്ള ഊർജ്ജമാണ്, ആ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി. ഇനി നമുക്ക് ട്രാൻസ്മിഷൻ ഓഫ് പവർ ബൈ എ ബെൽറ്റ് പുള്ളി ഡ്രൈവ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിനെ കുറിച്ചും പഠിച്ചു. ഒന്നും കൂടെ പറയാം. പൊട്ടൻഷ്യൽ എനർജി പൊസസ്ഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ. കൈനറ്റിക് എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബിക്കോസ് ഓഫ് ഇറ്റ്സ് മോഷൻ. പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം വി സ്ക്വയർ ജൂൾസ്. ഇനി കൈനറ്റിക് എനർജി എം വി സ്ക്വയർ ബൈ 2g അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി mgh ജൂൾസ്, കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ജൂൾസ്. ഇനി ട്രാൻസ്മിഷൻ ഓഫ് പവർ ബൈ എ ബെൽറ്റ് പുള്ളി ഡ്രൈവ്. ഒരു ബെൽറ്റ് പുള്ളി ഡ്രൈവിലൂടെ എങ്ങനെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസുകളാണ് നമ്മൾ പഠിക്കുന്നത്. വെൻ
അതിനു മുമ്പായിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു ടേമിനെ കുറിച്ച് പഠിക്കുകയാണ്. ടോർക്ക്. എന്താണ് ടോർക്ക്? ടോർക്ക് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. പ്രത്യേകിച്ച് ഓട്ടോമൊബൈലിൽ ടോർക്ക് കൺവേർട്ടർ, ടോർക്ക് അല്ലെങ്കിൽ ഗിയർ ബോക്സിലൊക്കെ ടോർക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം എന്താണ് ടോർക്ക്? വെൻ ദി അപ്ലൈഡ് ഫോഴ്സ് കോസസ് ഓർ ടെൻസ് ടു കോസ് ദി rotation of a body about its center, the action is called twisting moment or turning moment or simply torque. ഒരു അപ്ലൈഡ് ഫോഴ്സ് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ബോഡിയെ അതിൻ്റെ കേന്ദ്രബിന്ദുവിനെ ആധാരമാക്കി അല്ലെങ്കിൽ സെൻറ്ററിനെ ആധാരമാക്കി റൊട്ടേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ ആ ആക്ഷനെ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് അല്ലെങ്കിൽ ടേണിംഗ് മൊമെൻ്റ് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടോർക്ക് എന്ന് പറയും. ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്നും ടേണിംഗ് മൊമെൻ്റ് എന്നും പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് ടോർക്കും. ഒരു വസ്തുവിന് അതിൻ്റെ കേന്ദ്രബിന്ദുവിനെ ആധാരമാക്കി തിരിയാനുള്ള പ്രവണതയാണ് ടോർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോറി. അപ്പോൾ എന്താണ് ടോർക്ക്? ഒരു വസ്തുവിന് അതിൻ്റെ സെൻറ്ററിനെ ആധാരമാക്കി, കേന്ദ്രബിന്ദുവിനെ ആധാരമാക്കി കറങ്ങാനുള്ള അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്രവണത, ടെൻഡൻസി, അതിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ടോർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ആൻഡ് ദ മൊമെൻറ്റ് സെൻറ്റർ. ടോർക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ആ ഫോഴ്സും ആ മൊമെൻ്റ് സെൻറ്റർ ആയിട്ടുള്ള ദൂരവും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ടോർക്ക് കിട്ടും. ടോർക്ക് സമം അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈ ചെയ്ത് ഇതിവിടെ റൊട്ടേറ്റ് ചെയ്യാൻ, ഇവിടെ ഒരു സെൻറ്ററിനെ ആധാരമാക്കി ഒരു വസ്തു ഈ സർക്കുലർ ഷേപ്പിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഫോഴ്സ് ഈ ലൈനിന് ടാൻജൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ സർക്കിളിന് ടാൻജൻ്റ് ആയിരിക്കും. സെൻറ്റർ റേഡിയസിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഫോഴ്സ് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വസ്തു റൊട്ടേറ്റ് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. എഫ് അപ്ലൈഡ് ഫോഴ്സ്, ആർ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിൻറ്റും ആ കറങ്ങുന്ന സെൻറ്ററും റൊട്ടേഷൻ സെൻറ്ററും തമ്മിലുള്ള അകലം. നമ്മൾ പ്രാക്ടിക്കലി ചിന്തിച്ചാൽ ഒരു സ്പാനർ എടുത്തിട്ട് ഒരു നട്ടിനെ മുറുക്കിക്കഴിഞ്ഞാൽ, മുറുക്കുകയോ അഴിക്കുകയോ ചെയ്താൽ ഫോഴ്സ് നമ്മൾ സ്പാനറിൽ നമ്മൾ കൊടുക്കുന്ന ബലം. ഇപ്പോൾ സ്പാനറിൽ നമ്മളിവിടെ പിടിക്കുന്ന ദൂരവും ആ നട്ടും തമ്മിലുള്ള ദൂരം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അത് രണ്ടും കൊണ്ട് ഗുണിച്ചാൽ, ദൂരവും ആ ഫോഴ്സും തമ്മിൽ ഗുണിച്ചാൽ ടോർക്കായി. ടോർക്ക് റഞ്ച് എന്നൊക്കെയുള്ള ഉപകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ നട്ടിനെ മുറുക്കുമ്പോൾ ഇവിടെ ആ നട്ടിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അവിടം വരെയുള്ള ദൂരം, ഈ ദൂരമാണ് ഈ ലെങ്ത് അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. അതിന് ഈ ഫോഴ്സ് കൊണ്ട് ഗുണിച്ചാൽ ടോർക്ക് കിട്ടും. ടോർക്ക് സമയം അപ്ലൈഡ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോർക്ക് സമയം എഫ് ഇൻറ്റു ആർ. ഇതിന് HP ട്രാൻസ്മിഷൻ ബൈ ദ ബെൽറ്റാണ് നമ്മൾ പറഞ്ഞത്. അതായത് HP ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ബെൽറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന HP കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് HP ട്രാൻസ്മിറ്റ് 2πNT/4500. അപ്പോൾ 2πNT/4500 എന്ന് പറഞ്ഞാൽ 2π വാല്യൂ അറിയാമല്ലോ. n ഈസ് ദ റൊട്ടേഷണൽ സ്പീഡ്, RPM, റൊട്ടേഷണൽ സ്പീഡ് ഇൻ RPM. T ഈസ് ദി ടോർക്ക് ഇൻ kg മീറ്റേഴ്സ്. അപ്പോൾ HP ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ 2πNT/4500. ഇനി HP മറ്റൊരു ഫോർമുലയുണ്ട്. HP ഈസ് ഈക്വൽ ടു T1 - T2 ഇൻ kg ഇൻറ്റു വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് ബൈ 4500. T1 - T2 എന്ന് പറഞ്ഞാൽ നെറ്റ്
ടെൻഷൻ, നെറ്റ് ടെൻഷൻ ഇൻ ദ ബെൽറ്റ് ഇൻ കിലോഗ്രാം. നെറ്റ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ T1 മൈനസ് T2, ഒരു ഡ്രൈവ് സൈഡും ഒരു സ്ലാക്ക് സൈഡും ഉണ്ടാവും. ഈ പുള്ളി എങ്ങോട്ടാണ് കറങ്ങുന്നതിനനുസരിച്ച് ഡ്രൈവിംഗ് പുള്ളിയും ഡ്രിവൺ പുള്ളിയുടെയും ഇടയ്ക്ക് ഒരു സൈഡ് ടൈറ്റ് ആയിരിക്കും, മറ്റേ സൈഡ് ലൂസ് ആയിരിക്കും. അത് തമ്മിലുള്ള അവിടുത്തെ രണ്ട് സൈഡിലെയും ടോർക്ക് തമ്മിലുള്ള വ്യത്യാസം, T1 ടൈറ്റ് സൈഡ് ആണെങ്കിൽ ടൈറ്റ് സൈഡിലെ ടോർക്ക് ആണെങ്കിൽ T2 സ്ലാക്ക് സൈഡിലെ ലൂസ് സൈഡിലെ ടോർക്കാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് T1 മൈനസ് T2 ഇൻ kgയിൽ. വെലോസിറ്റി, ആ ബെൽറ്റിൻ്റെ വെലോസിറ്റി ഇൻ മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ് ബൈ 4500. ഈ മീറ്റേഴ്സ് പെർ മിനിറ്റിനെ സെക്കൻഡിലാക്കാനാണ് 60 കൊണ്ട് ഹരിക്കുന്നത്. ഇനി കെ ജി മീറ്ററിനെ HP-യിലാക്കാനാണ് 75 കൊണ്ട് ഹരിക്കുന്നത്. 75 kg മീറ്ററാണ്, 75 kg മീറ്ററാണ് ഒരു HP എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ 75 × 60 4500 ഇവിടെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. മിനിറ്റിലുള്ള RPM-നെ നമ്മൾ സെക്കൻഡിലാക്കാൻ എന്ത് ചെയ്യണം? മിനിറ്റിനെ സെക്കൻഡിലാക്കാൻ RPM-നെ സെക്കൻഡിലാക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും. RPM മിനിറ്റ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഒരു മിനിറ്റിൽ 10 പ്രാവശ്യം കറങ്ങുമെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര കറങ്ങുമെന്ന് അറിയാനേ അതിന് 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഈ 60 താഴെ വരും. ഒരു kg മീറ്ററിനെ HP ആക്കാൻ 75 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആ 75 × 60 4500 ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലായിടത്തും ഈ 4500 എവിടെ നിന്ന് കിട്ടിയതെന്ന് നിങ്ങൾക്കൊരു സംശയം വരും. അതുകൊണ്ടാണ് kg മീറ്ററിനെ HP ആക്കാൻ 75 kg മീറ്ററാണ് ഒരു HP. അപ്പോൾ 75 കൊണ്ട് ഹരിക്കണം. മിനിറ്റിലുള്ള RPM-നെ സെക്കൻഡിലുള്ള RPM ആക്കാൻ 60 മിനിറ്റിലുള്ള റൊട്ടേഷനെ സെക്കൻഡിലുള്ള റൊട്ടേഷൻ എണ്ണമാക്കാൻ 60 കൊണ്ട് ഹരിക്കണം. 60 × 75 4500. അപ്പോൾ T1 മൈനസ് T2 നെറ്റ് ടെൻഷൻ N RPM, T ടോർക്ക് ഇൻ kg മീറ്റേഴ്സ്. 1 kg = 9.82 ന്യൂട്ടൺസ് നമുക്കറിയാം. ഇനി നമ്മൾ മറ്റൊരു ഫോർമുല പഠിക്കുന്നത് IHP ഓഫ് സ്റ്റീം ആൻഡ് പെട്രോൾ എഞ്ചിൻ. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ ആന്തരിക ദഹന എഞ്ചിനുകളുടെ IHP ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ അതായത് നെറ്റ് അല്ലെങ്കിൽ പവർ ഡെവലപ്ഡ് ഇൻ ദ എൻജിൻ, ആക്ച്വൽ പവർ ജനറേറ്റഡ് ഇൻ ദ എൻജിൻ ഈസ് കോൾഡ് IHP. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു എൻജിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവറാണ് IHP എന്ന് പറയുന്നത്. BHP എന്ന് പറയുന്നത് ലോസ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതാണ് BHP. അപ്പോൾ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ കാണാനുള്ള ഫോർമുല ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ഓഫ് എ സ്റ്റീം ഓർ പെട്രോൾ എഞ്ചിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ, ഏരിയ ഓഫ് പിസ്റ്റൺ, ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആൻഡ് നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ്. എന്തിനെല്ലാം ആധാരമാക്കിയിരിക്കുന്നു? ആ എൻജിനിലുണ്ടാകുന്ന പവർ, അത് അതിൻ്റെ അകത്ത് പ്രഷർ, ഏരിയ ഓഫ് പിസ്റ്റൺ, ആ പിസ്റ്റൻ്റെ ഹെഡിൻ്റെ മുകളിലുള്ള ഏരിയ അല്ലെങ്കിൽ പിസ്റ്റൻ്റെ ടോപ്പ് ഏരിയ അല്ലെങ്കിൽ മർദ്ദം അനുഭവപ്പെടുന്ന ഏരിയ. സൈഡുകളിലല്ലോ മർദ്ദം ആയിരിക്കുന്നത്, അതിൻ്റെ പിസ്റ്റൻ്റെ ടോപ്പിലാണ്, അതായത് ക്രോസ് സെക്ഷനിലാണ് പ്രഷർ അനുഭവപ്പെടുന്നത്. അപ്പോൾ പ്രഷർ, ഏരിയ ഓഫ് പിസ്റ്റൺ, അതുപോലെ ലെങ്ത് ഓഫ് സ്ട്രോക്കിൻ്റെ നീളം, ലെങ്ത്, മുകളിൽ താഴേക്ക് എത്ര ദൂരം സഞ്ചരിക്കുന്നു, അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിസ്റ്റൺ TDC ടു BDC വരെയുള്ള, ബോട്ടം ഡെഡ് സെൻറ്റർ മുതൽ ടോപ്പ് ഡെഡ് സെൻറ്റർ വരെയുള്ള ദൂരം, അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രോക്കിനെയും അതുപോലെ നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് ഇൻ മിനിറ്റ്, ഒരു മിനിറ്റിൽ എത്ര വർക്കിംഗ് സ്ട്രോക്ക് ഉണ്ടാകുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. അതായത് IHP 3 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു: പിസ്റ്റൻ്റെ ഏരിയ, സ്ട്രോക്ക് ലെങ്ത്, അതുപോലെ വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ്, മിനിറ്റിൽ എത്ര വർക്കിംഗ് സ്ട്രോക്ക് ഉണ്ടാകുന്നു എന്നുള്ള ഈ 3 കാര്യങ്ങളെ ആധാരമാക്കിയാണ് നമ്മൾ IHP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് എൻജിൻ പവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ IHP ഓഫ് എൻജിൻ ഈസ് ഈക്വൽ ടു PLANK/4500. എന്താണ് P എന്ന് നോക്കാം. P ഈസ് ഈക്വൽ ടു മീൻ എഫക്റ്റീവ് പ്രഷർ ഇൻ kg പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. P സമം മീൻ എഫക്റ്റീവ് പ്രഷർ, അതിൻ്റെ ശരാശരി, എൻജിനുള്ളിൽ ഉള്ള എഫക്റ്റീവ് പ്രഷർ, ശരാശരി എഫക്റ്റീവ് പ്രഷർ, അതാണ് P എന്ന് പറയുന്നത്. അത് kg പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ. L ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഇൻ മീറ്റർ. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്ട്രോക്ക്, TDC മുതൽ BDC വരെയുള്ള ദൂരം, ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഇൻ മീറ്റേഴ്സ്. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പിസ്റ്റൺ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ.
ആ പിസ്റ്റൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, പിസ്റ്റൺ ഉരുണ്ടിരിക്കും, റൗണ്ടായിട്ടിരിക്കും, അതിൻ്റെ പിസ്റ്റൻ്റെ ഹെഡ് റൗണ്ടായിരിക്കും, ആ വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റൺ ഹെഡിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, അതാണ് ഏരിയ എ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ പിസ്റ്റൺ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ. എൻ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ്. എൻ എന്ന് പറഞ്ഞാൽ ആർ പി എം ആണ് എപ്പോഴും നമ്മൾ സൂചിപ്പിക്കുക. ആർ പി എമ്മിനെ സൂചിപ്പിക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്പർ ലെറ്ററാണ് എൻ. എൻ ഈസ് ദി ആർ പി എം അല്ലെങ്കിൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ മിനിറ്റ്. കെ ഈസ് എ കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് കെ ഈസ് ഈക്വൽ ടു 1 ഫോർ 2 സ്ട്രോക്ക് എൻജിൻ, കെ ഈസ് ഈക്വൽ ടു 1/2 ഫോർ 4 സ്ട്രോക്ക് എൻജിൻ. അതായത് നമ്പർ ഓഫ് പവർ സ്ട്രോക്ക് എത്രയുണ്ടാവും, ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു പ്രാവശ്യം കറങ്ങുമ്പം ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവും. 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് 2 പ്രാവശ്യം കറങ്ങും. അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ പിസ്റ്റണിൽ പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് 2 പ്രാവശ്യം കറങ്ങുമ്പോഴാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു റൊട്ടേഷനിൽ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ 2 റൊട്ടേഷൻ, അപ്പോൾ ആ ആർ പി എമ്മിനെ 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ അതാണ് ഈ ആർ പി എമ്മിനെ നമ്മൾ കെ എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് കാണും. ആ കെ എന്ന് പറഞ്ഞാൽ 2 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ 1ഉം 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ 1/2 ആണ്. അപ്പം AHP ഓഫ് എഞ്ചിൻ PLANK/4500. അപ്പോൾ ഇതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും.